അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്തോണ്ടി. സൗദി അറേബ്യയിൽ ഒരുപാട് പ്രവാസികളുണ്ട്, മോസസയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കമ്പനി ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇപ്പോൾ അതത് കമ്പനിയിൽ നിന്ന് മോസസയിൽ നിന്ന് ഇക്കാമൊക്കെ എക്സ്പയറായി പുതുക്കാൻ കഴിയാതെ മറ്റൊരു കമ്പനിയോ മോസസോ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറുന്ന ഒരുപാട് പേരുണ്ട്. ഇവരോട് എനിക്ക് പറയണത്, നിങ്ങൾ ചിലപ്പോൾ ആ വണ്ടിയിലെ ഡ്രൈവർമാരായിരിക്കാം, ആ കമ്പനിയിലെ മോസസയിലോ കമ്പനിയിലോ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായിക്കോട്ടെ, നിങ്ങളുടെ പേരിൽ ഇപ്പോൾ വണ്ടി ഉണ്ടാവും. നിങ്ങൾ ഓടുന്ന വണ്ടി ഹെവി വണ്ടികൾ, ട്രെയിലർ, അല്ലെ വാന്, ബസ്, അല്ലെങ്കിൽ ഉനൈത്ത്, പിന്നെ അങ്ങനത്തെ ഡാന വണ്ടികൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇക്കാമ എക്സ്പയർ ആയി പോകുമ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കും മുസ്തഖ്ദം, തഫീലല്ല മുസ്തഖ്ദമായിട്ട് ഇസ്തിമാറിലുണ്ടാവും, നിങ്ങളുടെ പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഇക്കാമ എക്സ്പയർ ആയി അവിടെ സമ്മതമില്ലാതെ സ്പോൺസർഷിപ്പ് മറ്റൊരു കമ്പനിയിലേക്കോ മോസസയിലേക്കോ മാറിപ്പോകും. അപ്പോൾ മാറിപ്പോണ സമയത്ത് ഇന്ന് പഴയ ഈ കമ്പനി എന്ത് ചെയ്തു, നിങ്ങളുടെ പേരിൽ അത് ഒഴിവാക്കില്ല, മുസ്തഖ്ദമായിട്ടുള്ള നിങ്ങളുടെ പേരിലെ ഏത് വണ്ടി വെച്ചാൽ അത് ഒഴിവാക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ വണ്ടി ആരെ ഓടിക്കുന്ന വെച്ചാൽ പിന്നെ നിങ്ങൾ കഫാല മാറി വെച്ചാൽ ആ വണ്ടി ഓടിക്കുന്ന മുക്കാലഫൊക്കെ നിങ്ങളുടെ പേരിൽ അങ്ങനെ വരും. അങ്ങനെ ഒരുപാട് പേര് കുടിക്കാറുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആ കമ്പനിയുമായി കഫാല മാറി വെച്ചാൽ കമ്പനി വന്നിട്ട് അത് നിങ്ങളുടെ പേരിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറയാം. അവരെ ഒഴിവാക്കി തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി പോകാം, ഷെക്കോ ചെയ്യാം. ആ കമ്പനിയുടെ പേരിൽ നിങ്ങളുടെ പേരിൽ ഒഴിവാക്കി നിങ്ങൾ കഫാല മാറി പോവുകയാണെങ്കിൽ ആ കമ്പനി തന്നെ തുടർന്നുകൊണ്ട് വണ്ടി ഓടുന്ന ആളുകളുടെ അല്ല പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ഏതെങ്കിലും കൊല്ലത്തിൽ ഇക്കാമ എക്സ്പയർ ആവാതെയും കഫാല മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പഴയ കമ്പനിയിൽ നിന്ന് വണ്ടി നിങ്ങളുടെ പേരിൽ തന്നെയാണെങ്കിൽ അവരെ ഒഴിവാക്കി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഷെക്കോ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.